എന്ത് നോക്കണം അവിടെ? സ്വാമിനാഥ പരിപാലയാ സുമാ. ഓ മൈ ഗോഡ്, രാവിലെ എണിച്ചിട്ട് കീർത്തനങ്ങളൊക്കെ പാടാൻ തോന്നുന്നുണ്ട് എനിക്ക്. ഇതെന്തപ്പോൾ അവിടെ പോയി തപ്പണ്? അപ്പുറത്തൊരു തോടുണ്ട്, അതിൽ വെള്ളം പോകണ്ടോ നോക്കുകയാണ് കേട്ടോ. എന്തൊക്കെ രാവിലെ വാക്കിങ്ങിന് പോവാണ്. ഇതെന്തെങ്കിലും തിരിഞ്ഞു നോക്കി പോണേ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. കണ്ടോ, വീടിൻ്റെ മേലെ കൂടെ ആകാശത്ത് പോണ് നോക്ക് പറവകൾ. അപ്പോൾ വാക്കിങ്ങിന് പോകുന്നു. ഇന്ന് എനിക്ക് ഒരു പരിപാടിയുണ്ട്. ഒരു പരിപാടിയില്ല, ഇന്ന് ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് കോയമ്പത്തൂർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ രാവിലെ 6 മണിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെയിം, വേറൊരു പ്രത്യേകതയൊന്നുമില്ല. ഞാൻ സ്നേക്ക് പ്ലാന്റ് കട്ട് ചെയ്തിട്ട് 2 ചട്ടികളിലായിട്ട് വെച്ചിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി വളർത്തിയിട്ട് വേണം എനിക്ക് വീടിനകത്തൊക്കെ സെറ്റാക്കാൻ. ബാൽക്കണിയിൽ ഞാൻ താഴെ ഇതിനൊക്കെ ഞാൻ ചട്ടികളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പൈസ ഉള്ളതിനനുസരിച്ച് വാങ്ങിച്ചിട്ട് വരും. പക്ഷെ ഇങ്ങനത്തെ ചെടികളൊന്നും അല്ല, കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ വെക്കണമെന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് സാധിക്കും. ഇത് കുറേയായി താഴെ നിന്നിട്ട് ഇവിടെയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. കണ്ടോ, മൈലാഞ്ചിട്ടത് എങ്ങനെയുണ്ട്? ഇതിലൂടെ കാണുമ്പോൾ എൻ്റെ കൈകളൊന്നും അത്ര ഭംഗി കാണുന്നില്ല. നമ്മുടെ നെയ്ബറിൻ്റെ വീട് ഏകദേശം ഈ അവസ്ഥയിലായിട്ടുണ്ട്. അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട്, അതാ എൻ്റെയൊക്കെ പോണത് കാണുന്നുണ്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കണമെങ്കിൽ ഒരു ടാറ്റ കാണിക്കായിരുന്നു. ഈ ഫോണിലൂടെ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ലത് വരുന്നുണ്ട് ഈ ടാറ്റ കാണിക്കാനൊക്കെ. ആള് തിരിഞ്ഞ് നോക്കിയിട്ടാ. എനിക്ക് നടക്കാൻ പോകണമെന്നുണ്ട്. ഒരു ദിവസം ഞാനും പോകും. വല്ലാത്ത മടി, പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര, ചില ദിവസങ്ങളിലൊക്കെ പോകണമെന്ന് തോന്നും. പിന്നെ അത് അവരൊക്കെയുടെ വള്ളി പടർന്നതൊക്കെ ഞങ്ങൾ വെട്ടി മാറ്റിയിട്ടോ. അവരൊക്കെ വരുന്നില്ല, ജസ്റ്റ് കുറേ പടർന്ന ഇലകൾ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി മാറ്റി. ഇവിടെ കുറേ വെട്ടി മാറ്റാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇടാനുണ്ട്.
അങ്ങനെയാണ്. ഇനി ഇവിടുത്തെ എന്തൊക്കെയാ വിശേഷം നോക്കട്ടെ. നല്ല വാഷിംഗ് മെഷീനിൽ ഇട്ടതാട്ടോ. ഇവിടെയും വെള്ളമായിട്ട് കിടക്കുന്നുണ്ട് കുറച്ച്. മഴ വെള്ളം വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അടച്ച് വെക്കണം. എഗ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി. മണിയാകുമ്പോഴേക്കും ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി ടിഫിനിലാക്കി വെച്ചു. മോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്ക എന്നെ ആ ടൈമിൽ എനിക്ക് 7 മണിക്ക് ഞങ്ങൾ എത്തണം എന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ കുറച്ച് വൈകിപ്പോയി. 7:30 ഞങ്ങൾ ബസ് കയറുമ്പോൾ. അങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിൽ എൻ്റെ ഇക്ക എന്നെ കൊണ്ടാക്കി. അവിടുന്ന് എൻ്റെ അത്ത ഉമ്മാനെ അവിടെ കൊണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് കോയമ്പത്തൂരിൽ പോകാൻ വേണ്ടി ബസ് കയറുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടുന്നു. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഉമ്മാനെയും കൊണ്ട് ഞാൻ അരവിന്ദ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉമ്മാക്ക് തിമിരം കുറച്ച് ജാസ്തി ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അരവിന്ദ് ഹോസ്പിറ്റലിൽ. കണ്ണിൻ്റെ എന്ത് പ്രശ്നവും അരവിന്ദ് ഹോസ്പിറ്റൽ നല്ല ഫേമസ് ആയതുകൊണ്ട് നമ്മുടെ ഫാമിലിയിൽ കുറേ പേര് അങ്ങനെ അവിടെ പോയിട്ട് സർജറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെറ്റർ റിസൾട്ടാണ് അവിടെ നിന്ന് കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് അരവിന്ദ് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് ഫസ്റ്റ് ടൈം അരവിന്ദ് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നതെങ്കിലും ഞാനും ഉമ്മയും കൂടിയിട്ട് ഈ യാത്ര വളരെ എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ചെറുപ്പം മുതലേ എനിക്ക് കോയമ്പത്തൂർ പോവുക, അല്ലെങ്കിൽ കുറച്ച് നമ്മളെ കേരളം വിട്ടിട്ട് പുറത്ത് പോകുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനെന്നും ആസ്വദിക്കും. അത് മാത്രമല്ല എൻ്റെ ഉമ്മാൻ്റെ കൂടെ പോകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചുമാണ്. കാരണം എന്താ വെച്ചാൽ ഉമ്മ എന്നേക്കാൾ വളരെ എൻജോയ് ചെയ്യുന്ന ആളാണ് കേട്ടോ. വളരെ ട്രിപ്പൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ വളരെ പ്ലാൻ ചെയ്ത് ഞങ്ങളൊപ്പം കൂടുന്ന വ്യക്തിയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും ഞങ്ങൾ കുറേ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉക്കടം സ്റ്റാൻഡിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അരവിന്ദ് ഹോസ്പിറ്റലിൽ പോകാനുള്ള വേറൊരു ബസ് വന്നത്. 90A എന്നുള്ളൊരു ബസ്സായിരുന്നു. അപ്പോൾ അതിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ വിൽക്കാൻ വരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൻ്റെ പരിസരമൊക്കെ വളരെ മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അത്താനെയും കൊണ്ട് 3 വർഷം മുൻപ് പോയപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിവേ ഞങ്ങൾ സൂപ്പറായിട്ട് അതിനകത്തോട്ട് ലിഫ്റ്റിലൊക്കെ കയറി അവിടെയുള്ള താഴെയുള്ള ക്യാൻറ്റീനിൽ നിന്ന് നല്ല ബദാം ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ മേലെ കയറിയത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് രോഗികളെ നോക്കാറുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ ചെക്കപ്പൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഡോക്ടർ കണ്ടു, പിന്നെ തിമിരം തന്നെയാണ്. അപ്പോൾ ഓപ്പറേഷനുള്ള ഡേറ്റൊക്കെ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ അങ്ങനെ തിരിച്ചു. പെട്ടെന്ന് തന്നെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ കഴിച്ചത്. ഞാൻ ഉപ്മാവും ഉമ്മ തൈര് സാദമാണ് കഴിച്ചത്. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശസ്ത്രക്രിയ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാനും അമ്മയും തിരിച്ചു പോന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 19ാമത്തെ വർഷമാണ്. അപ്പോൾ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും എന്താവശ്യം വന്നാലും ആളായിട്ടെങ്കിലും ഞാൻ പോയി നിൽക്കാറുണ്ട്. എൻ്റെ കാര്യങ്ങൾ ഞാൻ കടമകൾ നിർവഹിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പ്രദേശത്തുള്ള സാധാരണ വിശ്വാസമാണ്. അവർ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് പെൺകുട്ടികൾക്ക് അമ്മമാരെയോ അച്ഛനമാരെയോ നോക്കേണ്ട ആവശ്യമില്ലയെന്ന്. അപ്പോൾ അതിനെതിരായിട്ടാണ് ഞാൻ പറയുന്നത്. പെൺമക്കൾക്കും ആൺമക്കൾക്കും 2 പേർക്കും അച്ഛനമ്മമാരെ നോക്കാനുള്ള കടമയുണ്ട്.
നമുക്ക് കാശ് കൊടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ജോലിയില്ല, പൈസയില്ല. പക്ഷേ നമ്മൾ ആളായിട്ടെങ്കിലും അവർക്ക് എന്നും ഹെൽപ്പായിട്ട് നമ്മൾ നിൽക്കണമെന്നാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. പെൺകുട്ടിയാണ്, അതുകൊണ്ട് ആൺകുട്ടി നോക്കട്ടെ എന്ന് പറയുന്ന മനോഭാവത്തിനോട് എനിക്ക് യോജിപ്പില്ല. പെൺകുട്ടികൾക്ക് മാത്രം ഉള്ള ഒരു ബെനിഫിറ്റാണിത്. അവർ ഇഷ്ടം പോലെ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിച്ച് പോവുകയും ചെയ്യും. അച്ഛനക്കോ അമ്മയ്ക്കോ വല്ലതും വന്നാൽ, അതായത് ഉപ്പാക്കോ ഉമ്മാക്കോ വല്ലതും വന്നാൽ അവർക്ക് നോക്കേണ്ട കടമയില്ല എന്ന് അവരുടെ തലയ്ക്ക് ആരോ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ അച്ഛനമ്മമാരോടൊപ്പം നമ്മുടെ ആങ്ങളമാരും, നമുക്കൊരു സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരൻ കൂടി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വിവാഹം കഴിച്ച് അയക്കുന്നത്. എന്നിട്ട് പിന്നീട് നമ്മുടെ വാപ്പാക്കോ ഉമ്മാക്കോ വല്ലതും വരുമ്പോൾ അതെൻ്റെ സഹോദരൻ്റെ കടമയാണ്, എൻ്റെ കടമയല്ല, അവൻ കാശ് ചിലവാക്കട്ടെ എന്ന് വിചാരിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ ഫൈനാൻഷ്യലി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആളായിട്ടെങ്കിലും അവർക്ക് എന്നും കൂടെ താങ്ങും തണലുമായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ബൈ.